വിഷുവും പള്ളിപ്പെരുന്നാളും ഒരു ദിവസമായിരുന്നു. രാവിലത്തെ വിഷുവിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞതേ പള്ളിയിൽ പോകാനായിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ ഇതെൻ്റെ കസിൻ്റെ സൽവാറാണ്. ഓഫ് കോഴ്സ് എൻ്റെ മോസ്റ്റ് ഡ്രസ്സസും അവളുടെ കയ്യിൽ നിന്നുള്ളതാണ്. ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല, എക്സ്ചേഞ്ച് ചെയ്തിടും. ഷീ ഈസ് നോട്ട് ജസ്റ്റ് എ കസിൻ, ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്ന ചൈൽഡ്ഹുഡ് സ്റ്റോറീസും അതിൽ വരുന്ന കഥാപാത്രങ്ങളും ഒക്കെ ആരെയും പേഴ്സണലി ഇൻസൾട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആരുടെയും ഇമേജിന് കോട്ടം വരുത്താനോ ഒന്നുമല്ല കേട്ടോ. അന്നത്തെ ആ ബ്യൂട്ടിഫുൾ മെമ്മറീസ് എല്ലാം ഇപ്പോഴും ഞാൻ അത്ര അടിപൊളിയായിട്ട് കീപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളുടെ കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ ഈ കഥകളൊക്കെ പറയുമ്പം ഒരു പക്ഷേ നിങ്ങൾക്കും നിങ്ങളുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസും സ്റ്റോറീസൊക്കെ എന്താ പറയുക, റീകോൾ ചെയ്യാനും റിലേറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ടായിരിക്കും. ശരിക്കും നമ്മളൊക്കെ പല കാര്യങ്ങളും മറന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പം ഞാൻ ഇന്നത്തെ കഥയിൽ പറയാൻ ഒരു കഥാപാത്രം കൂടെ ഉണ്ട് കേട്ടോ. ആക്ച്വലി ഞാനും ഉണ്ണിയും വിഷ്ണു വിപിൻ, പിന്നെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ എൻ്റെ ഫസ്റ്റ് ചൈൽഡ്ഹുഡ് ക്ലാസ്മേറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്മേറ്റ്, ബെഞ്ച്മേറ്റ് എന്നൊക്കെ തന്നെ പറയാം. ഞങ്ങളെല്ലാവരും കൂടിയാണ് ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കുന്നത്, പട്ടം പറത്തുന്നത്, സാറ്റ് കളിക്കുന്നതൊക്കെ. അപ്പം അംഗനവാടിയിൽ പഠിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ഗ്യാങ് ഉണ്ട് കേട്ടോ. 2 അരുൺമാരുണ്ടായിരുന്നു, ഒരു അശ്വതി, സ്റ്റെല്ല, അക്കു, ജിനേഷ്, ബിച്ചു. ഞങ്ങളെല്ലാവരും കൂടെ ബെഞ്ചിലിങ്ങനെ തിക്കൽ മത്സരമൊക്കെ നടത്തും. ഓഫ് കോഴ്സ് എല്ലാ ചൈൽഡ്ഹുഡ് എന്താ പറയുക, ചൈൽഡ്ഹുഡ് ടൈമിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മെമ്മറികൾ ഒന്നായിരിക്കും നമ്മുടെ ഈ തിക്കൽ മത്സരം ബെഞ്ചിൽ. അപ്പം അങ്ങനെ അല്ലെങ്കിൽ തന്നെ ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒരു ഫ്രണ്ട് കാണും, നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്. നമ്മളെത്ര കളിയാക്കിയാലും നമുക്ക് വിഷമം തോന്നാത്ത രീതിയിൽ ആക്ച്വലി നമ്മുടെ കസിൻസും റിലേറ്റീവ്സും നൈബേഴ്സൊക്കെ നമ്മളോട് ചോദിക്കും, ഇപ്പോൾ പണിക്കൊന്നും പോകുന്നില്ല അല്ലേ, പണി വിട്ടൂല്ലേ, അല്ലെ ഐ മീൻ ജോലി നിർത്തിയല്ലേ, കല്യാണമൊക്കെ നോക്കാൻ വയ്യായിരുന്നോ എന്ന് സ്നേഹത്തോടെ ചോദിച്ച് നമ്മളെ ഇൻസൾട്ട് ചെയ്യുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നതിന് പകരം ഹി ഓൾവേസ് ആസ്ക് മീ ലൈക്ക് ദിസ്, നിനക്ക് വല്ല പണിക്കും പോയിക്കൂടെ, വീട്ടുകാരെ തിന്നുമുടിപ്പിക്കാനായിട്ട് വല്ലവൻ്റെയൊക്കെ കൂടെ ഇറങ്ങിപ്പോക്കൂടെ എന്ന് ചോദിച്ച് നമ്മളെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് അതിൽ നിന്ന് നമ്മളെ കുറച്ച് ബ്രേവ് ആക്കൂലേ, എന്ത് വന്നാലും ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാക്കി മാറ്റുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട് കാണില്ലേ, ദാറ്റ്സ് ഹിം. ആൻഡ് ഐ തിങ്ക് ഹീസ് ദ ഓൺലി വൺ ഹു ഓൾവേസ് കോൾ മൈ ഫുൾ നെയിം ലൈക്ക്, ടിസി ജോസഫേ, നിന്നെ ഒന്നും ഇതുവരെ ആരും തല്ലിക്കൊന്നില്ലേ, നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്ന് എവിടെ വെച്ച് കണ്ടാലും ചോദിക്കുന്ന എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്. നിങ്ങൾ മാത്രമായിരിക്കും ഒരു പക്ഷേ ഇത്രയും വലുതായിട്ടും ആ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ബ്യൂട്ടിഫുൾ ബോണ്ടിങ് ഇപ്പോഴും ഉള്ളത് നിങ്ങളുടെ ഇടയിലായിരിക്കുമെന്ന് തോന്നുന്നുണ്ട്. എനിക്കും തോന്നിയിട്ടുണ്ട് ഹീസ് ഓൾവേസ് മൈ സ്പെഷ്യൽ ബെസ്റ്റ് ഫസ്റ്റ് ക്ലാസ്മേറ്റ് ഫ്രണ്ടാണ്. ബട്ട് ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, അടുത്ത കാലത്ത് നടന്ന എന്തോ ഒരു സൗന്ദര്യം പണക്കം അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്ത് ആളങ്ങനെ പഴയ പോലെ കളിയാക്കാൻ വരാറില്ലെങ്കിലും സ്റ്റിൽ വി ഹാവ് അവർ ഗുഡ് ബോണ്ട് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, ആരെയും കളിയാക്കാനോ നാണം കെടുത്താനോ ഒന്നുമല്ല, ജസ്റ്റ് ഒരു പൊടിതട്ടി എടുക്കലാണ് ബാല്യത്തിലേക്കുള്ള. അതുകൊണ്ടാണ് ഈ ബ്യൂട്ടിഫുൾ മെമ്മറീസ് നിങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ആരെയും ഇൻസൾട്ട് ചെയ്യാനല്ല, പകരം എല്ലാം ഒരു ഓർമ്മപ്പെടുത്തലാണ്.